കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അനുഗ്രഹപൂർണമായ ഒരു ഞായറാഴ്ച ദിനം കൂടി കാണുവാനും നമുക്കൊരുമിച്ച് പരിശുദ്ധാലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തമ്പുരാൻ ജീവിതത്തിൽ നൽകിയ ഭാഗ്യകരമായ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുമ്പോൾ അരുൾ ചെയ്ത കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കട്ടെ. വളരെ സന്തോഷമുള്ളവരായി പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ കൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി വേർതിരിച്ചിരിക്കുന്നതായ വേദഭാഗം മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു. ഇതേ വേദഭാഗം തന്നെയാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിലും 5-ാം അധ്യായത്തിൽ നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട വേദഭാഗം. ഒരു പക്ഷവാതക്കാരനായ മനുഷ്യന് ദൈവം നൽകുന്നതായ സൗഖ്യത്തിൻ്റെ അനുഭവവും ആ മനുഷ്യൻ സൗഖ്യമാകുവാൻ കാരണമാകുന്ന 4 പേരുടെ വിശ്വാസത്തിൻ്റെ ആഴവുമാണ് ഈ വേദഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ന് മഹായിടവകയായി ചിന്തിപ്പാൻ നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം എന്ന് പറയപ്പെടുന്നതും ജീവൻ രക്ഷിക്കുന്ന വിശ്വാസം എന്നതാണ്. ജീവൻ രക്ഷിക്കുന്ന വിശ്വാസം. ഈ വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ 4 പേർ ചെയ്യുന്നതായ മഹത്വകരമായ പ്രവൃത്തി അതവരുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ അവർ ചെയ്യുവാനായിട്ടിടയായി. ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയെ കണ്ടിട്ട് ആ മനുഷ്യനോട് ദയ തോന്നുകയും അലിവ് തോന്നുകയും യേശുവിൽ വിശ്വാസം വയ്ക്കുകയും ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന മനോഹരമായ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയാക്കി തീർക്കുവാനുള്ള ഒരു നല്ല അനുഭവമാണ് ഈ മനുഷ്യരിൽ നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ഈ മനുഷ്യരുടെ മുൻപിൽ ഈ മനുഷ്യനെ യേശുവിൻ്റെ മുൻപിൽ എത്തിക്കുവാൻ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തവർ മുൻപോട്ട് പോകുമ്പോൾ കാണുന്നതായ വഴി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്താ ചെയ്തത്? യേശു വരുന്ന ഭവനത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് യേശുവിൻ്റെ മുൻപിൽ ആ മനുഷ്യനെ, ആ രോഗിയെ കിടക്കയോടെ ഇറക്കി വയ്ക്കുകയാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ അവരുടെ മുൻപിലുണ്ടായിരുന്നു. കർത്താവിൽ വച്ചതായ വിശ്വാസത്തെ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു. എന്നാൽ ആ വിശ്വാസം അവരുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഫലവും അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ മനുഷ്യൻ, കിടക്കയിൽ വന്നവനായ മനുഷ്യൻ, പിന്നത്തേതിൽ എഴുന്നേറ്റ് നടന്നു പോകുന്നതായ കാഴ്ച ഇവർക്ക് കാണുവാൻ ഭാഗ്യമൊരുക്കി. അതെങ്ങനെ സംഭവിച്ചു? ഈ മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ്. ഇവരുടെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് അവരെ സൗഖ്യമാക്കി എന്നതും വേദഭാഗം നമ്മെ സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ അല്പമായി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ആ മേൽപ്പുര പൊളിക്കേണ്ടി വന്നു? മേൽപ്പുര പൊളിക്കാതെ യേശുവിൻ്റെ മുൻപിൽ ആ മനുഷ്യനെ എത്തിക്കാമായിരുന്നു. പക്ഷേ മേൽപ്പുര പൊളിക്കുവാൻ എന്നൊക്കെ വേണം മുൻപിലുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ മനുഷ്യരുടെ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുൻപിലുണ്ടായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും നാമും വിശ്വാസത്താൽ ചിലതൊക്കെ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ, നാമും വിശ്വാസത്താൽ ചിലതിനൊക്കെ ആരംഭമിടുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുൻപിൽ കടന്നു വരാറുണ്ട്. ചില തടസ്സങ്ങളൊക്കെ, ചില പ്രതികൂലങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിൻ്റെ മുൻപിൽ കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ ഈ 4 പേരും ചില തടസ്സങ്ങളെ തരണം ചെയ്യുകയാണ്.
വിശ്വാസത്തോടെ ചിലത് നാം ആരംഭിക്കുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൻ്റെ മുൻപിൽ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയണം. ഈ 4 പുരുഷന്മാരും ചെയ്യുന്നത് അതുതന്നെയാണ്. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അവർ മുന്നോട്ട് പോകുവാനിടയായി. എന്താണ് അവർക്ക് മുൻപിലുണ്ടായ തടസ്സങ്ങൾ? ഒന്ന്, ഒരു വലിയ പുരുഷാരം യേശു വരുന്നതായ ഭവനത്തിനു ചുറ്റും തടിച്ചു കൂടിയിരിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്: ആ പുരുഷാരത്തിൻ്റെ അടഞ്ഞുപോയ കണ്ണുകൾ ഈ മനുഷ്യർക്കൊരു തടസ്സമായി തീർന്നു. ഈ പുരുഷാരത്തിൻ്റെ അടഞ്ഞുപോയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കിടക്കയോടെ ചുമന്ന് ഈ മനുഷ്യനെ യേശുവിൻ്റെ അരികിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കൊണ്ടുവരികയാണ്. പലരും ഈ കാഴ്ച കാണുന്നുണ്ട്, പക്ഷേ കണ്ടില്ല എന്ന് അവർ നടിക്കുകയാണ്. അല്ലേ? കാണുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കണ്ടവർക്ക് വേണമെങ്കിൽ വഴിമാറി കൊടുക്കാമായിരുന്നു, പക്ഷേ ആ പുരുഷാരത്തിൻ്റെ കണ്ണുകൾ അടയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ അടയപ്പെട്ട പല കണ്ണുകളും നമ്മുടെ മുൻപിലും തെളിഞ്ഞുവെന്ന് വരാം. വഴിമാറിത്തരത്തില്ല. മുന്നോട്ട് പോകുവാൻ വഴി മാറിത്തരണമെന്നില്ല. കണ്ണുകൾ അടയപ്പെട്ടവരായി പലരും ഒരുപക്ഷെ നമ്മുടെ മുൻപിലും വന്നുവെന്ന് വരാം. പക്ഷേ ഈ 4 പേർ ചെയ്തതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇനി എന്താണ് പോം വഴി എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ആമേൻ. അതിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയണം. അവിടെയാണ് വിശ്വാസം പൂർണ്ണമാകുന്നതും വിശ്വാസത്താലുള്ള നന്മ ജീവിതത്തിൽ അനുഭവിക്കുവാനും കഴിയുക. പലപ്പോഴും വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്നതായ തടസ്സങ്ങളെ കണ്ട് പിന്നെ പുറകിലോട്ട് പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. വിശ്വാസത്തിൽ നിന്നും പിന്നിലേക്ക് പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. മറഞ്ഞിരിക്കുന്നത് പരാജയങ്ങൾ മാത്രമായിരിക്കും. പ്രത്യേകിച്ച് ഈ നാളുകളിൽ പരീക്ഷയുടെ കാലഘട്ടമാണല്ലോ. കൊച്ചുമക്കൾക്കൊക്കെ, പഠിക്കുന്ന മക്കൾക്കൊക്കെ പരീക്ഷകൾക്കായി തയ്യാറെടുത്ത് പഠിച്ച് മിടുക്കരായി ഒരുങ്ങിയിരിക്കുന്നതായി തലമുറയാണ്. അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഏറ്റവും നന്നായിട്ട് എനിക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കും, അല്ലേ? ഏറ്റവും മനോഹരമായി എനിക്ക് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസം അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ പരീക്ഷയുടെ അന്നായിരിക്കാം ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത്. ചിലപ്പോൾ ചെറിയൊരു പനിയായിരിക്കാം, ചിലപ്പോൾ ചെറിയൊരു ജലദോഷമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വേദനയായിരിക്കാം, ബലഹീനതയായിരിക്കാം. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ പഠിച്ചവനാണ്, ഞാൻ പഠിച്ചവളാണ്, എൻ്റെ കയ്യിൽ ചോദ്യപേപ്പർ കിട്ടിയാൽ ഈ ബലഹീനത എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും എനിക്ക് നന്നായി അതെഴുതുവാൻ കഴിയും, എനിക്ക് നന്നായി പഠിക്കുവാൻ കഴിയും. ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. തടസ്സങ്ങളെ അതിജീവിക്കുന്ന മനോഹരമായ വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ്. ഇവിടെ ഈ 4 മനുഷ്യർക്ക് മുൻപിലെ ഒന്നാമത്തെ തടസ്സം ഇതായിരുന്നു: പുരുഷാരത്തിൻ്റെ കണ്ണുകൾ അടയപ്പെട്ടിരുന്നു. ആരും വഴിമാറിക്കൊടുത്തില്ല, ആരും വഴിമാറിക്കൊടുത്തില്ല. ഇനി രണ്ടാമത്തെ തടസ്സം എന്താണ്? പുരുഷാരത്തിൻ്റെ അടഞ്ഞുപോയ കാതുകൾ. പുരുഷാരത്തിൻ്റെ അടഞ്ഞുപോയ കാതുകൾ. ഈ മനുഷ്യർ ഒരുപക്ഷെ പലരോടും അപേക്ഷിച്ചു, ഒന്ന് മാറിത്തരിക, ഒന്ന് മാറിത്തരിക. ഒരുപക്ഷെ ഈ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യൻ പോലും അപേക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വഴിമാറിത്തരൂ. ആരും ചെവിക്കൊണ്ടില്ല, ആരും ചെവിക്കൊണ്ടില്ല. കേൾക്കുവാൻ ആരുമില്ല എന്ന് വന്നേക്കാം. വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാം മുന്നിൽ വയ്ക്കുമ്പോൾ ഒന്ന്, കാണുവാൻ ആരുമില്ല എന്ന് വന്നേക്കാം. 2, കേൾക്കുവാൻ ആരുമില്ല എന്നും വന്നേക്കാം. അവിടെയും വിശ്വാസത്തിൻ്റെ ചുവടുകൾ പിന്നിലേക്കല്ല, മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും
കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. കർത്താവിനെ കേൾക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മെ കേൾക്കുവാൻ ആരുമില്ല എന്ന വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് കർത്താവിനെ കേൾക്കുവാൻ കഴിയണം. കർത്താവിനെന്തോ നമ്മോട് പറയുവാനുണ്ട്. പിന്നെയും ഞാൻ പറയട്ടെ, നമ്മെ കാണുവാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. അതും നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം. ഏത് പ്രതിസന്ധിയുടെ മധ്യേയും നമ്മെ കാണുകയും നമ്മെ കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ആ ദൈവത്തെ കേൾക്കുവാൻ നമുക്ക് കഴിയണം. ഈ 4 പുരുഷന്മാരും കണ്ടത് ആരെയെന്നറിയാമോ? പുറത്ത് ഇവരെ കാണുവാൻ കഴിയാതെ കണ്ണുകൾ അടയപ്പെട്ട് നിന്നതായ പുരുഷാരത്തെയല്ല അവർ കണ്ടത്. ഇവരെ കേൾക്കുവാൻ മനസ്സു വയ്ക്കാതെ ചെവികൾ പൊത്തിപ്പിടിച്ച മനുഷ്യരെയല്ല ഈ 4 പുരുഷന്മാരും കണ്ടത്. പിന്നെയോ ഇതിനൊക്കെ അകത്ത് ഒരുവൻ ഇരിപ്പുണ്ടായിരുന്നു. ആരാണ്? യേശു തമ്പുരാൻ ഇരിപ്പുണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള ഒരുവൻ ഈ ഭവനത്തിനകത്തിരിപ്പുണ്ടായിരുന്നു. ഈ പുരുഷന്മാർ കണ്ടത് ആ യേശുവിനെയാണ്. ആ യേശുവിലെ സൗഖ്യമാക്കുന്ന ശക്തിയെയാ ഈ മനുഷ്യർ കണ്ടത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യേ ജീവൻ രക്ഷിക്കുന്ന വിശ്വാസവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മെ കാണുവാൻ ആരുമില്ല, നമ്മെ കേൾക്കുവാൻ ആരുമില്ല എന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിൻ്റെ മുൻപിൽ വരാം. എങ്കിലും അതിനുമപ്പുറം എന്നെ കാണുവാനും എന്നെ കേൾക്കുവാനും എന്നെ സൗഖ്യമാക്കുവാനും ശക്തിയുള്ള ഒരുവനുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മെ വിജയത്തിലെത്തിക്കുമെന്നുള്ളതാണ്. ആ ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൽ നിന്നും അല്പം പോലും പിന്നിലേക്ക് പോകരുത്. കേൾക്കുവാൻ ആരുമില്ലാതെ വരുമ്പോൾ നമ്മെ കേൾക്കുവാൻ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. മൂന്നാമതായി എന്താണ് ഈ മേൽപ്പുര പൊളിക്കുവാൻ കാരണമായത്? എന്താണ് ഈ മനുഷ്യരുടെ മുൻപിലെ തടസ്സം? പുരുഷാരത്തിൻ്റെ ഇടുങ്ങിയ മനസ്സാണ്. വിശാലമായ മനസ്സവർക്കുണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നേനെ, അല്ലേ? അവരെ സഹായിക്കുവാൻ, ഒന്ന് ആ ചുമടിന് കൈത്താങ്ങുവാൻ ആരും വരുന്നതായി വേദഭാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നില്ല. ആരാണോ ഈ മനുഷ്യനെ ചുമന്നത് അവർ തന്നെ അവസാനം വരെയും ചുമക്കുകയാണ്, അല്ലേ? ഒന്ന് കൈമാറ്റി പിടിക്കുവാൻ പോലും ആരും മനസ്സ് വയ്ക്കുന്നില്ല. നീ ഇത്രയും സമയം ചുമന്നതല്ലേ, ഇനി ഞാൻ ചുമന്നുകൊള്ളാം എന്ന് ആരും മനസ്സ് വയ്ക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ ഇടുങ്ങിയ മനസ്സുകൾ നമുക്ക് മുൻപിലും പ്രതികൂലമായി വന്നേക്കാം. ഒന്ന് കൈത്താങ്ങുവാൻ, നീ തന്നെ സ്വന്തമായി ചുമന്നതല്ലേ, ചുമന്നോളൂ എന്ന് പറയുന്ന ഒരുപാട് പേർ നമ്മുടെ മുൻപിലുണ്ടായേക്കാം. നീ തന്നെയായി പോയി വീണതല്ലേ, ചുമന്നോളൂ എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. ജീവിതത്തിൻ്റെ മുൻപിൽ വന്നു എന്ന് വരാം. പ്രിയമുള്ളവരെ, അവിടെയും നമ്മെ കാണുന്നൊരു കർത്താവുണ്ട്, നമ്മെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. നാം ചുമന്ന് ഭാരപ്പെടുമ്പോൾ നമ്മുടെ ചുമട് വഹിക്കുവാൻ ഒരു നല്ല നാഥനുണ്ട് എന്ന വിശ്വാസം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഈ 4 പേർ ഈ മനുഷ്യനെയും ചുമന്നു കൊണ്ടുവരുമ്പോൾ, അതും കിടക്കയോടെ ചുമന്നു കൊണ്ടുവരുമ്പോൾ, പ്രിയമുള്ളവരെ, ആരും അവരെ സഹായിക്കുവാൻ മനസ്സ് വയ്ക്കുന്നില്ല. നമ്മളൊക്കെ പ്രതീക്ഷയോടെ വിശ്വാസത്തിൻ്റെ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ചിലപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടാകും. ആരെങ്കിലുമൊക്കെ ആരംഭിച്ചാൽ ആരെങ്കിലുമൊക്കെ കൈത്താങ്ങിക്കൊള്ളും, അല്ലേ? പലപ്പോഴും മനുഷ്യരുടെ ഇടയിലുണ്ടാകുന്ന ചിന്തയാണ്, ഒന്ന് തുടങ്ങിയാൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തോളും, ആരെങ്കിലുമൊക്കെ കൈത്താങ്ങിക്കൊള്ളും.
പക്ഷേ കൈത്താങ്ങുവാൻ ആരുമില്ലാത്ത അനുഭവങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാരത്തിൻ്റെ വലിപ്പം അറിഞ്ഞിട്ട് കൈത്താങ്ങുവാൻ ആരും വന്നില്ല എന്ന് വരാം. നാം ചുമക്കുന്ന ഭാരത്തിൻ്റെ വലിപ്പം അറിഞ്ഞിട്ട് ആരും വന്നില്ല എന്ന് വരാം. ഒരുപക്ഷെ ആ മനുഷ്യൻ ചിന്തിച്ചത്, ആ മനുഷ്യനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് കാണുന്ന മറ്റുള്ളവർ ചിന്തിച്ചത്, ഇവൻ സൗഖ്യമാകുവാൻ പോകുന്നില്ല, ഇവനെ കൊണ്ടുവന്നതുപോലെ ഈ കിടക്കയോടെ തന്നെ വീട്ടിലും കൊണ്ടെത്തിക്കേണ്ടി വരും. ഇതൊക്കെയായിരുന്നു ഒരുപക്ഷെ അവിശ്വാസികളായ ആ ജനത്തിൻ്റെ ചിന്ത. എന്നാൽ ഈ 4 പേർ മാത്രം മനസ്സോടെ അധ്വാനിപ്പാനിടയായി. വിശ്വാസം ജീവിതത്തിലുണ്ടുവോ? വിശ്വാസത്തോടെ മുന്നോട്ട് ഗമിക്കുന്നവരാണോ? ജീവിതയാത്രയുടെ മുൻപിൽ അടഞ്ഞുപോയ കണ്ണുകളെ കണ്ടുവെന്ന് വരാം. കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയ കാതുകളെ കണ്ടുവെന്ന് വരാം. എന്നെ കാണുവാനും എന്നെ കേൾക്കുവാനും ആരുമില്ല എന്ന അനുഭവം ജീവിതത്തിൻ്റെ മുൻപിൽ വന്നുവെന്ന് വരാം. എൻ്റെ ഭാരം ഒന്ന് താങ്ങുവാൻ മനസ്സില്ലാത്ത പലരും ജീവിതത്തിൻ്റെ മുൻപിൽ വന്നുവെന്ന് വരാം. അവിടെയും നമ്മെ കൈവിടാത്തൊരു രക്ഷകൻ നമുക്കുണ്ട് എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചുമട് അത് ഇറക്കി വയ്ക്കുവോളം എന്നെ താങ്ങുന്നൊരു ദൈവം എന്നോട് കൂടെയുണ്ട്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. അവസാനമായി ഒരു ചിന്ത കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. അവരുടെ മുൻപിൽ അവർ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ ആ ഭവനത്തിൽ പുരുഷാരം തങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തും സ്ഥലമില്ല. പുരുഷാരം തങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ഭാഗത്തും സ്ഥലമില്ല. അവർ ഒരു സ്ഥലം കണ്ടു. എവിടെയെന്നറിയാമോ? യേശു എവിടെയാണോ ഇരിക്കുന്നത്, യേശു ഇരിക്കുന്നതിൻ്റെ അരികിൽ ഒരല്പം സ്പേസ് ഉണ്ട്. യേശു ഇരിക്കുന്നതിൻ്റെ അരികിൽ ഒരല്പം സ്പേസ് ഉണ്ട്. ഒരുപാട് പുരുഷാരം തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ അരികിലിരിക്കുവാൻ ആരും ഇല്ല. ഒരുപാട് പുരുഷാരം ഇങ്ങനെ ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ അരികിൽ വന്നിരിക്കുവാൻ, ചേർന്നിരിക്കുവാൻ ആരുമില്ല. അവിടെ ഒരു വലിയ സ്പേസ് കിടക്കുകയാണ്. ഈ മനുഷ്യനെ കിടക്കയോടെ മേൽപ്പുര പൊളിച്ച് ഇറക്കി യേശുവിൻ്റെ മുൻപിൽ വയ്ക്കുവാൻ തക്കവണ്ണം ഒരു സ്പേസ് കിടക്കുകയാണ്. ഒരുപാട് പുരുഷാരമുണ്ട്, പക്ഷേ ചേർന്നിരിക്കുവാൻ, അടുത്തിരിക്കുവാൻ. അതിനൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ മുന്നിലോട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ബെഞ്ചുകൾ തന്നെ അതിനൊരു വലിയ ഉദാഹരണമല്ലേ? അടുത്തോട്ടിരിക്കുവാൻ ആർക്ക് മനസ്സുണ്ട്? അല്ലേ? പുറകിലോട്ട് വന്നിരുന്ന കസേരയ്ക്ക് അടിക്കുവാൻ, അല്ലേ, ഇരിപ്പിടങ്ങൾക്ക് അടിക്കുവാൻ ഒരുപാട് താല്പര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന, അല്ലേ, ദൈവസാന്നിധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പല ഇരിപ്പിടങ്ങളും നാം മറന്നു പോകാറുണ്ട്. ഇതേ കാഴ്ച തന്നെ അവിടെയും ആ മനുഷ്യർ കാണുന്നത്. യേശുവിൻ്റെ മുൻപിൽ ഒരു വലിയ സ്പേസ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പുര പൊളിച്ച് ആ മനുഷ്യനെ 4 പേരും കൂടി കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. ചുറ്റുപാടും ഒരു സ്പേസും കാണാതെ വന്നപ്പോൾ, ഒരു ഇടവും കാണാതെ വന്നപ്പോൾ യേശുവിൻ്റെ മുൻപിൽ അവർ സ്ഥലം കണ്ടു. യേശുവിൻ്റെ മുൻപിൽ ആ മനുഷ്യനെ ഇറക്കി വയ്ക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വന്നതായ ജീവനെ രക്ഷിക്കുന്ന വിശ്വാസം അത് വിജയത്തിലെത്തിക്കുവാനിടയായി. അത് പൂർണ്ണമായും വിജയത്തിലെത്തുവാനിടയായി. ഇതേ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യം. വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുവാനായി നാം മുന്നിലോട്ട് വരുമ്പോൾ തടസ്സങ്ങൾ ഒരുപാടുണ്ടാകാം. ഈ മനുഷ്യർ കാണുന്നത് അടഞ്ഞുപോയ കണ്ണുകളെയാണ്, അടഞ്ഞുപോയ കാതുകളെയാണ്, ഇടുങ്ങിയ മനസ്സിനെയാണ്. എങ്കിലും അവർ ഒന്ന് കണ്ടു, യേശുവിൻ്റെ മുൻപിൽ ഒരല്പം സ്ഥലമുണ്ട്. യേശു ഇരിക്കുന്നതിൻ്റെ മുൻപിൽ ഒരല്പം സ്ഥലമുണ്ട്. ആ സ്ഥലം മതി. വിശ്വാസത്തോടെ നമ്മുടെ കാൽച്ചുവടുകളൊന്ന് മുന്നോട്ട് വയ്ക്കാമോ? യേശുവിൻ്റെ അരികിൽ
എന്നെയും കൂടി ചേർത്ത് പിടിക്കുവാനുള്ള ഇടമുണ്ട്. യേശുവിൻ്റെ മുൻപിൽ എന്നെയും കൂടി എൻ്റെ ഭവനത്തെയും കൂടി ചേർത്ത് വയ്ക്കുവാനുള്ള സ്പേസ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നവരാണ് നന്മ അനുഭവിക്കുന്നത്. അവരുടെ വിശ്വാസമാണ് ഫലമുള്ളതായിത്തീരുന്നത്. ആ നന്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.